നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവ് 2025 ഫെബ്രുവരി മാസത്തെ നറുക്കെടുപ്പ് നടന്നു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് 088935 എന്ന നമ്പർ അർഹമായി. 081821 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുകൾക്കാണ് പ്രോത്സാഹന സമ്മാനം. തൃശൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസിയാണ് ഭാഗ്യശാലികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. തൃശൂർ ജില്ലയ്ക്ക് 7 ലക്ഷം ഉപഭോക്താക്കള് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിജയത്തിന് വലിയൊരു കൽപ്പനമാണ്. ഇനിയും ജനങ്ങൾ വിട്ടുപോകാതിരിക്കാൻ ഒരു പ്രക്രിയയാണ് ഇവിടെ അണിനിരത്തുന്നത്. നറുക്കെടുപ്പ് അത് വലിയ പ്രശ്നമാണ്, നല്ല കാര്യമാണ്. ഒരിക്കലും മുടക്കുകൂടാതെ അവരെ ഇതിലെ വ്യാപൃതം ഇതിൽ ഉപഭോക്താക്കളാരുമില്ലല്ലോ, എല്ലാം ഇതിന്റെ നടത്തിപ്പുകാരാണ്. ഇത്രയും പേര് നടത്തിപ്പിക്കുന്നത് വലിയ പ്രശ്നമാണ്. ജനകീയവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ കോർപ്പറേറ്റ് കുത്തകകളെ പ്രതിരോധിച്ച് മുന്നേറുന്ന പ്രസ്ഥാനമാണ് കേരള വിഷൻ എന്ന് ഡെപ്യൂട്ടി മേയർ വിശേഷിപ്പിച്ചു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോഴും സുതാര്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്രദമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പിന്തുണ നൽകും. പ്രത്യേകിച്ച് പക്ഷെ അതേസമയം തെറ്റായ രൂപത്തിൽ പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ച് പറയുകയും അതിന്റെ സ്വഭാവമാണ്. വളരെ സന്തോഷപ്രദമായി തന്നെ കേരള വിഷൻ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് 3 മാസത്തിൽ ഒരിക്കൽ പ്രൈസ് എടുക്കുന്നു അല്ലേ? അത് 50 ലക്ഷത്തോളം 3 മാസത്തിലൊരിക്കൽ നമ്മൾ കൊടുക്കുന്നു. എല്ലാ മാസവും തരപ്പെട്ട് 3 മാസത്തില് അത് 3 മാസത്തിൽ നമ്മൾ 50 ലക്ഷം ഇതല്ലോടിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാനാക്കി നമുക്ക് എത്ര വരുമാനം ഇരിക്കും? കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് തൃശൂർ കേരള വിഷൻ നടപ്പാക്കിയിരുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത്. ഇതിനായി ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഓരോ സമ്മാന കൂപ്പണാണ് കേരള വിഷൻ വരിക്കാർക്ക് നൽകുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ സൂപ്പർ ബമ്പർ സമ്മാനമായി നൽകുന്നത് ഇലക്ട്രിക് കാറാണ്. കൂടാതെ 5 വീതം ഇൻവെർട്ടർ AC, വാഷിംഗ് മെഷീൻ, ആൻഡ്രോയിഡ് TV എന്നിവയും 5000 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റിവരളുന്നു. ആലുക്കൽ ചിറപാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് മേഖലയിലെ കാർഷിക വൃത്തിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 35 വർഷം മുമ്പാണ് തയ്യൂർ ആലുക്കൽ ചിറപ്പാലവും അതിനോട് ചേർന്ന് തടയണയും നിർമ്മിച്ചത്. കാലപ്പഴക്കത്താൽ പാലത്തിനോടൊപ്പം തടയണയും തകർന്നു. കടുത്ത വേനലിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലാവുകയാണ്. KS നാരായണൻ നമ്പൂതിരി MLA ആയിരുന്ന കാലത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുത്തിയാണ് എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറപ്പാലം നിർമ്മിച്ചത്. കൃഷിക്ക് ജലസേചനം നടത്തുന്നതിനായി പാലത്തിനോടൊപ്പം കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച് പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ തൂണുകളും കൈവരികളും തടയണയുടെ ഭീമുകളും തകർന്നു. തടയണയിലെ പലകകൾ കാലവർഷത്തിലെ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ഭീമുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീണതിനാൽ പുതിയ പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനും കഴിയാത്ത അവസ്ഥയിലാണ്. തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതിനാൽ പാലവും അപകടാവസ്ഥയിലായി. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി 2023 സംസ്ഥാന ബജറ്റിൽ 5,12 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നു മുതൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആദ്യം കുറേശ്ശെ വെള്ളം കിട്ടിയിരുന്നു, തീരെ വെള്ളം കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ ഇത് പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. ആദ്യം ചീഫ് ഇഞ്ചിനീയറായിട്ട് പണിട്ടുണ്ട്, പിന്നീട് അത് പാലാക്കി നമ്മളെ KS നാരായണ നമ്പൂതിരിയുള്ളപ്പോഴാണ് വരുന്നത് പാലാക്കി മാറ്റിയത്. ഇങ്ങനെയുള്ള അവസ്ഥകളായിട്ട് കുറേ വർഷമായി നിൽക്കുന്നു. കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്. എരുമപ്പെട്ടി കടങ്ങോട് പ്രദേശങ്ങളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പമാർഗമായതിനാലും റോഡ് BMBC നിലവാരത്തിൽ പണിതതിനാലും
ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പഞ്ചായത്തിന്റെ നിരോധന ഉത്തരവ് ലംഘിച്ച് ക്രഷറുകളിൽ നിന്ന് അമിതഭാരം കയറ്റിയുള്ള ടോറസ് ടിപ്പറുകളും അപകടാവസ്ഥയിലായ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എരുമപ്പെട്ടിനെയും വേലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഇതിന്റെ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പണികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഇതിനൊന്നും മുന്നോട്ടേക്ക് യാതൊരു ഇതും നടക്കുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ മണ്ണ് പരിശോധന, സ്ഥലം വിളവെടുപ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ഇവിടുത്തെ കൃഷിക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു തടയണയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു ഇത്. പാലവും തടയണയും ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ പണികളൊന്നും നടക്കുന്നില്ല. എത്രയും വേഗം ഇതിന്റെ പണികൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെ കർഷകർ നെൽകൃഷിക്കും വാഴ, പച്ചക്കറി കൃഷികൾക്കും പുഴയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നുണ്ട്. മതിയായ വെള്ളം ലഭിക്കാത്തതിനാൽ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ തടയണയും നിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എന്നാൽ ടെൻഡർ നടപടികളിലേക്ക് പോലും ഇതുവരെ കടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പൊക്ക് നയമാണ് നിർമ്മാണം വൈകുന്നതിന് ഇടയാക്കുന്നതെന്നും ആരോപണമുണ്ട്. അളവെടുപ്പും മണ്ണിന്റെ ബലപരീക്ഷണവും പലയാവർത്തി നടന്നു. എന്നാൽ പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പദ്ധതി വൈകാൻ ഇടയാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലയിലെ ആദ്യ ID കാർഡ് വിതരണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കുന്നംകുളം മേഖലയിൽ നടന്നു. ഒന്നിറോ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ID കാർഡ് അണിയിച്ചുകൊണ്ട് AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ നിർവഹിച്ചു. ഡയാലിസിസ് കിറ്റ് വിതരണോദ്ഘാടനം ജില്ലാ സെക്രട്ടറി ലിജോ P. ജോസഫ്, കുന്നംകുളം മേഖല കാരുണ്യ പ്രവർത്തന കോർഡിനേറ്റർ CJ ഫ്രാൻസിസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് PY റാഫിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലയിലെ 4 യൂണിറ്റുകളുടെ സംയുക്ത കാർഡ് വിതരണവും ചടങ്ങിൽ നടത്തി. ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, മേഖലാ ഇൻചാർജ് ഷാജി ലെൻസ്മാൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MJ സിജോ, ജില്ലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ രമേശ് കാളിയത്ത്, ജില്ലാ കമ്മിറ്റി അംഗം UB പ്രബലൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മേഖലാ സെക്രട്ടറി NM നൌഷാദ് സ്വാഗതവും ട്രഷറർ ജോർജിൻ രാജ് നന്ദിയും പറഞ്ഞു. ഇഫ്താർ വിരുന്നോടുകൂടി സമാപിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം വാഗ മാലതി UP സ്കൂളിൽ നടന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക KP ഷീജ, അധ്യാപക പ്രതിനിധികളായ സ്മിത, മിനി, MPTA പ്രസിഡന്റ് ബുഷറ ജമാൽ എന്നിവർ സംസാരിച്ചു. പാഠ്യേതര മേഖലകളിലുള്ള മികവുകൾ പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു. ചരമം. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക ചങ്ങനാശ്ശേരി മാമൂട് എതിത്തറ വലിയകത്തിൽ ജേക്കബ് മത്തിയാസ് ഭാര്യ ഏലിയാമ്മ MP നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് മാമൂട് ലൂർദ് മാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും. സ്മിത, സുനു, സുസ്മി എന്നിവർ മക്കളാണ്. കോട്ടപ്പടി ഇരിങ്ങപ്പുറം പൂക്കോട്ടിൽ സുകുമാരൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രേമ ഭാര്യയും പ്രശാന്ത്, പ്രകേഷ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി കരിക്കാട് സ്വദേശിയായ തൃശൂർ ലാലൂർ റോഡ് പുലിക്കോട്ടിൽ അമ്മിണി നിര്യാതയായി. അവിവാഹിതയാണ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 പടിഞ്ഞാറേക്കോട്ട സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. വടക്കേക്കാട് വട്ടംപാടം ICS സ്കൂളിന് കിഴക്ക് കൊങ്ങണം വീട്ടിൽ മൊയ്തീൻ കുഞ്ഞി മുസ്ലിയാരുടെ മകൻ ദാറുസലാം അബ്ദുള്ളക്കുട്ടി ഹാജി നിര്യാതനായി. 77 വയസ്സായിരുന്നു. ദീർഘകാലം ഖത്തറിൽ മതസാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്നു. ഖത്തർ KMCC, CG, പ്രവാസി ഇന്ത്യൻ സർവീസ്, ലീഗൽ സർവീസ് സെന്റർ തുടങ്ങി നിരവധി സംഘടനയിൽ നേതൃനിരയിൽ ഉണ്ടായിരുന്നു. ഖബറടക്കം ഞമനേങ്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സഫിയ ഭാര്യയും റുക്നുദ്ദീൻ, റഹ്മുദ്ദീൻ, റൈഹാന, റുക്സാന എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.